ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ളിലെ ജീവിതം നോവൽ തുടരുന്നു. കാരണം എന്നെ വഞ്ചിച്ചവളല്ലേ നീ, അയാൾ മുറുമുറുപ്പോടെ പറഞ്ഞു. കരുണേട്ടൻ വിചാരിക്കണ പോലൊന്നും സംഭവിച്ചിട്ടില്ല, അവൾ അപേക്ഷാപൂർവം പറഞ്ഞു. ഇല്ലേടി, അയാൾ കൂടുതൽ കൃത്യനായി. പിന്നെങ്ങനെയാടി നിനക്ക് അവൻ്റെ കുട്ടിയുണ്ടായത്? ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയല്ലേ കരുണേട്ട, അവൾ യാചിച്ചു. ഞാനും പവേട്ടനും വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നു, അത് സത്യമാണ്. കരുണേട്ടനുമായുള്ള ആലോചന വന്നപ്പോൾ ആദ്യം അമ്മയുടെ മനസ്സ് മാറി, പിന്നീട് എൻ്റെയും. അവൾ ഒന്ന് വിതുമ്പി. ഞാനത് വിശ്വസിക്കണമല്ലേ? അയാൾ മുരണ്ടു. പിന്നെ നീ അവിടെ പോയി പുറത്തുകൂടി. പവേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമായിരുന്നില്ല. കൃപേടത്തിയായിരുന്നു ആ മനസ്സ് നിറയെ. അമ്മയെ പേടിച്ച്. അമ്മയുടെ നിർബന്ധപ്രകാരം പവേട്ടൻ ഞാനുമായി അടുക്കാൻ വേണ്ടി ഒരാഴ്ച ഞാൻ അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയെ ഭയന്ന് ഒരാഴ്ച ഞാൻ അവിടെ നിന്നോന്ന് മാത്രമേ ഉള്ളൂ കരുണേട്ട, സത്യം. സങ്കടത്താൽ അവളുടെ സ്വരം അടഞ്ഞു പോയി. ഒരാഴ്ച നിൽക്കണമെന്നായിരുന്നു അമ്മയുടെ ഓർഡർ. പക്ഷേ ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വരെയും പവേട്ടൻ എന്നോട് മിണ്ടിയിട്ട് കൂടിയില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാവുന്നത്. പവേട്ടനെ ആശിപ്പിച്ചിട്ട് ഞാൻ വാക്ക് മാറ്റി. എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ ഏങ്ങലോടെ പറഞ്ഞു നിർത്തി. കരുണ അവളെ തറപ്പിച്ചു നോക്കി. കുനിഞ്ഞ ചിരത്തോടെ അവൾ മുറിവിട്ടിറങ്ങി. തൻ്റെ റൂമിലെത്തിയതും തളർച്ചയോടെ കിടക്കയിലേക്ക് വീണു. പക്ഷേ അവൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ ഓർക്കുകയായിരുന്നു, താൻ പറഞ്ഞത് കേൾക്കാൻ കരുണേട്ടൻ തയ്യാറായല്ലോ. എന്ത് പറ്റിയോ ആവും, ഇന്ന് വരെ സത്യം എന്തെന്ന് കേൾക്കാൻ കരുണേട്ടൻ തയ്യാറായിട്ടില്ല. തൻ്റെ സത്യാവസ്ഥ തെളിയിക്കണ ഒരു വാക്ക് പോലും പറയാൻ അനുവദിക്കില്ലായിരുന്നു. ഈ സമയം കരുണനും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൾക്കുണ്ടായ കുഞ്ഞ് തൻ്റെ സ്വന്തം കുഞ്ഞല്ലേ? എങ്കിൽ താൻ ചെയ്തതെല്ലാം ക്രൂരതയല്ലേ? പക്ഷേ എങ്ങനെ വിശ്വസിക്കും അവൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്? അയാളാകെ അസ്വസ്ഥനായി. അവൾ പറഞ്ഞതൊന്നും സത്യമാവരുത് എന്ന് അയാൾ പ്രാർത്ഥിച്ചു. സത്യമാണ് അവൾ പറഞ്ഞതെങ്കിൽ അവളോടൊപ്പം ജീവിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് അയാൾക്ക് തോന്നി. കാരണം അത്രയ്ക്കും കടുത്ത ക്രൂരതയാണ് താൻ ചെയ്തത്. പിറ്റേന്ന് പതിവിലും നേരത്തെ അയാൾ ഉണർന്നു. 6 മണിയായപ്പോൾ ജെയിംസിൻ്റെ വീട്ടിലെത്തി. അതിരാവിലെ കരുണനെ മുമ്പിൽ കണ്ടപ്പോൾ ഡോക്ടർ ജെയിംസിൻ്റെ മുഖത്ത് അത്ഭുതം. തുടരും ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.